അതിന്റെ 1 മുതൽ 4 വരെ 2ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് അഗസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യോസ് സുറിയനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോട് കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു. ഞാനത് ഇംഗ്ലീഷിലൂടെ വായിക്കുന്നു. In those days it occurred that a decree went out from Caesar Augustus that the whole Roman Empire should be registered. This was the first enrollment, and it was made when Quirinius was the governor of Syria, and all the people were going to be registered, each to his own city or town. And Joseph also went up from Galilee, from the town of Nazareth to Judea, to the town of David, which is called Bethlehem, because he was of the house and the family of David. Hallelujah, സ്തോത്രം. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ലോകമെമ്പാട് ആഘോഷിച്ചു. പക്ഷെ ഈ ക്രിസ്മസ് ഉണ്ടാകുന്നതിന്, ഈ ആഘോഷത്തിന്റെ പിന്നിലുള്ള ഒരു ദൈവിക ഇടപെടലിനെ കുറിച്ച് നമ്മൾ വായിച്ചത്. അല്ലെങ്കിൽ സിസ്റ്റം എങ്ങനെ ഇതിനെ സഹായിച്ചു, സിസ്റ്റം ഇതിനോട് എങ്ങനെ ഒരു നീണ്ട നാളുകൾക്കും അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞ പ്രൊഫസിയെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റത്തെ, രാജ്യത്തിന്റെ സിസ്റ്റത്തെ സ്വർഗത്തിലെ ദൈവം എങ്ങനെ തിരിച്ചു എന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. നാളുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ ഉണ്ടായ ദൈവിക പ്രൊഫസി, ഹല്ലേലൂയ, അതായത് ദാവീദിന്റെ വംശത്തിൽ, ദാവീദിന്റെ കുലത്തിൽ നിന്ന് വരുന്നവൻ, ഹല്ലേലൂയ, ബത്ലഹേമിൽ, ഹല്ലേലൂയ, താൻ ജനിക്കുമെന്ന്, കന്യകയിലൂടെ ജനിക്കുമെന്നുള്ള ദൈവിക പ്രൊഫസിയെ നിറവേറ്റപ്പെടേണ്ടത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് ദൈവത്തിന്റെ സ്ട്രാറ്റജിക്കലായിട്ട് മൂവിനെ നമ്മളോട് കാണുന്നു. അതിന് ദൈവം വിജാതീയനായ ഒരു പാഗൻ റൂളർ ആയിരുന്ന ആ മനുഷ്യനെ ഉപയോഗിച്ചിട്ട്, അതായത് അഗസ്തോസ് സീസറിനെ ഉപയോഗിച്ചിട്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ആ രാജ്യത്തെ സിസ്റ്റം, ഫോൾ റോമൻ എംപയർ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, ആ സിസ്റ്റത്തെ മുഴുവൻ ഒരു കണക്കെടുപ്പ് എന്ന നിലവാരത്തിൽ ഒരു എന്താ പറയാ പേര് ചേർത്തുക. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഗവൺമെന്റ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ, ഗവൺമെന്റൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വന്ന് പേരെടുക്കുന്ന പരിപാടി. ഇത് അന്ന് വരെ ഉണ്ടായിരുന്നതാണ്. ആ കാലത്ത് അവിടെ ഇംഗ്ലീഷിൽ ദോസ് ഡേയ്സ് എന്നുള്ളത് വലിയ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയേക്കുന്നത്. അപ്പം ഗവൺമെന്റ് സിസ്റ്റം പുറപ്പെടുവിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെയുള്ള എല്ലാവരും, സ്തോത്രം, പേർ വഴി ചാർത്തുന്നതിന് വേണ്ടിയിട്ട് അവരവരുടെ പട്ടണങ്ങളിലോട്ട് മടങ്ങിപ്പോവുക. സ്തോത്രം. താന്താന്റെ പ്രദേശങ്ങളോട് മടങ്ങിപ്പോവുക. അങ്ങനെ വന്നപ്പോൾ ഈ പറയുന്ന ജോസഫ് ആൻഡ് മറിയ അവരും അവരുടെ പട്ടണമായ ബേത്ലഹേമിലോട്ട് പോകേണ്ടതായ ഒരു സാഹചര്യത്തെ സ്വർഗത്തിലെ ദൈവം അവിടെ ഒരുക്കിയ. കാരണം അവര് ഒരുപക്ഷെ ഇത് ഇൻകൺവീനിയന്റ്, ഞാൻ ചിന്തിക്കുകയായിരുന്നു ജോസഫ് ആൻഡ് മരിയ, അവരെ ചിന്തിച്ചപ്പോ ഗർഭിണിയായിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ പോലത്തെ വാഹന സൗകര്യ കാര്യങ്ങളൊന്നുമില്ല അവരുടെ ലൈഫിൽ. അത് ഇറ്റ് വാസ് സോ ഇൻകൺവീനിയന്റ് ഫോർ, അവർക്ക് ഒത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നു, അത് ഒട്ടും സൗകര്യമല്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റേണ്ടതിന് വേണ്ടിയിട്ട് അവർ ബത്ലഹേമിൽ എത്തുക എന്നുള്ളത് ദൈവ പദ്ധതി ആയതുകൊണ്ട് സിസ്റ്റം പറയുമ്പോൾ അത് അനുസരിക്കാതിരിക്കാൻ അവർക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും കർത്താവിന് ഇടപെടൽ ഇങ്ങനെയൊക്കെയാണ്. ഏറ്റവും നിസ്സാരമായിട്ട് നമ്മള് ഒരു കാര്യം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഈ ലോകത്തെ ഇന്ന് ലോകം പിശാചിന്റെ കയ്യിലാന്നൊക്കെ പറയുമ്പോഴും ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നവൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവാം. സ്തോത്രം. അതായത് ബൈബിൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭരണാധികാരികളെയും അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. സ്തോത്രം. അതിന്റെ അർത്ഥം ഇതിന്റെ എല്ലാം മേലെ പവർ ഉള്ളവൻ, ദൈവിക പ്രൊഫസികളെ, വാഗ്ദത്തങ്ങളെ നമ്മുടെ ലൈഫിലോട്ട് ടേൺ ചെയ്യുവാൻ കഴിവുള്ള കർത്താവ്, അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. ഒരു പ്രൊഫസിയെ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ സിസ്റ്റത്തെ വരെ ഉപയോഗിക്കുവാൻ, രാജാക്കന്മാർ ഉപയോഗിക്കുവാൻ, നിയമങ്ങളെ ഉപയോഗിക്കുവാൻ, നമുക്ക് അനുകൂലമാക്കിയിട്ട് നമ്മുടെ ലൈഫിലോട്ട് മാറ്റി തരുവാൻ കർത്താവിന് കഴിയുമെന്ന് സോ സിമ്പിളായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്തോത്രം. രാജ്യത്തിന്റെ ഭരണാധികാരിയെ തൊടുവാൻ, ഹല്ലേലൂയ, രാജാക്കന്മാരുടെ മനസ്സ് ഉയർത്തോടെ കണക്ക് യഹോവയുടെ കയ്യിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ
ഹാല നമ്മൾക്ക് ഒരു ദൈവ പൈതലിന് വേണ്ടിയിട്ട് ഹാലിൽ ഏറ്റവും വലിയ സിസ്റ്റത്തെ തൊട്ട് അതിന്റെ നിയമങ്ങളെ നമുക്ക് അനുകൂലമായിട്ട് മാറ്റിത്തരുവാൻ കർത്താവ് ശക്തനാണ്. അന്ന് ചെയ്ത ദൈവം ഇന്നും ചെയ്യുവാൻ ശക്തനാണെന്ന് നമ്മളിവിടെ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ഹാലലുയ. ദാനിയേൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്. 2-ാം അധ്യായം 21 ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു, അവൻ രാജാക്കന്മാരെ നീക്കുകയും വാഴിക്കുകയും ചെയ്യുന്നു, അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുവാനും പലപ്പോഴും ഡാർക്കായ ലൈഫ് സിറ്റുവേഷൻസ് മുന്നിലോട്ട് വരുമ്പോൾ നമുക്കത് പലപ്പോഴും ഇൻകൺവീനിയന്റ് ആയിട്ട് തോന്നും, നമുക്കതിൽ മൂവ് ചെയ്യാൻ താല്പര്യം ഉണ്ടാകത്തില്ല. പക്ഷെ അത് ചിലപ്പോഴേക്കും കർത്താവ് നമ്മൾ അറിയാത്ത പാതകളിലൂടെ വിശ്രമഘട്ടങ്ങളിലൂടെ നമ്മളെ നടത്തുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അതിന്റെ പിന്നിൽ ചില ഇപ്പോൾ ഇവരെ ദൈവം റീലൊക്കേറ്റ് ചെയ്തതുപോലെ ചില പ്രൊഫസികൾ, ചില ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിൽ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ നിവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവിക ഇടപെടലുകളാണെന്ന്, ദൈവിക നടത്തിപ്പുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ദൈവ പൈതലിനെ കുറിച്ച് നമ്മളെ കുറിച്ച് കർത്താവിന് വ്യക്തമായ പദ്ധതികൾ ഉണ്ടെന്നേ. ഹാലേ നമ്മൾ വിചാരപ്പെടുന്നതിൽ എത്രയോ അധികമായിട്ട് സ്വർഗത്തിൽ അപ്പൻ നമ്മളെ കുറിച്ച് കരുതുകയും വിചാരപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഹാലലുയ, സ്തോത്രം. നമ്മൾക്ക് വേണ്ടി രാജ്യത്തിന്റെ സിസ്റ്റത്തെ മുഴുവൻ മാറ്റുവാൻ, നമ്മൾക്ക് വേണ്ടി രാജാക്കന്മാരോട് ഇടപെടുവാൻ, ഭരണാധികാരികളോട് ഇടപെടുവാൻ, സിസ്റ്റത്തെ നമുക്ക് അനുകൂലമായിട്ട് തിരിക്കുവാൻ കർത്താവിന് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ തിരിയേണ്ട ആവശ്യമില്ല, കർത്താവ് സിസ്റ്റത്തെ നമുക്ക് അനുകൂലമായിട്ട് തിരിക്കും. വചനം വ്യക്തമായിട്ട് പറയുക. ഇന്ന് പലരും തിരിഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ വചനം വ്യക്തമായിട്ട് പറയുക, ആ സിസ്റ്റം കർത്താവിന്റെ കരങ്ങളിലാണ് നമ്മൾ വിശ്വസിക്കണം. അതിന് നമുക്ക് അനുകൂലമായിട്ട് തിരിക്കുവാൻ, ദൈവിക വാഗ്ദത്തങ്ങളെ നമ്മളിലോട്ട് കൊണ്ടുവരുവാൻ, സ്തോത്രം, ഏതറ്റം വരെയും കാര്യങ്ങളെ തിരിക്കുവാൻ കഴിവുള്ള ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. സദൃശവാക്യങ്ങൾ 21:21 പറഞ്ഞു, നീതിയും ദയയും പിന്തുടരുന്നവൻ ജീവനും നീതിയും മാനവും കണ്ടെത്തും. സ്തോത്രം. നമ്മൾ വിശ്വസ്തയോടെ കർത്താവിൽ നിന്നാൽ മാത്രം മതി. യോസഫ് നിന്നതുപോലെ ആ ദൈവ വാഗ്ദത്തങ്ങളെ കേട്ടപ്പോൾ അതിനുവേണ്ടി വില കൊടുക്കുവാൻ, സ്തോത്രം, മറിയെ ഞാൻ ചേർത്ത് കൊള്ളാമെന്ന് ദൂതൻ വന്ന് പറഞ്ഞ പ്രൊഫസിയെ അതിനെ ഒട്ടും അതിൽ വ്യതിചലിക്കാതെ അതേപടി അവൻ അനുസരിക്കാൻ തയ്യാറായപ്പോൾ, മറിയെ ചേർത്തുകൊള്ളുവാൻ തയ്യാറായപ്പോൾ, സ്തോത്രം, അടുത്ത ദൈവത്തിന്റെ മൂവ് അവന് വേണ്ടി വെളിപ്പെട്ടു. ആ സിസ്റ്റത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ ഇടയായി തീർന്നു. സ്തോത്രം. എന്ന് ആർക്ക് വേണ്ടിയിട്ടാ? മറിയയ്ക്കും യോസെഫിനും വേണ്ടിയിട്ട്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട്. സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ പദ്ധതിയെ കർത്താവ് തിരിക്കാൻ തക്കോടെ. അത് ഞാൻ ചിന്തിക്കുക, യോസെഫിന്റെ ഒരു ചെറിയ മൂവ് വലിയൊരു ദൈവ പ്രവൃത്തിക്ക് അവിടെ കാരണമായത്. ചെറിയ അനുസരണമോ ആ സിസ്റ്റത്തെ മുഴുവൻ തിരിക്കാൻ തക്കവണ്ണമുള്ള അടുത്ത പ്രൊഫസിയുടെ അടുത്ത തലത്തിലോട്ട് ദൈവത്തിന്റെ ആത്മാവിനെ പ്രവർത്തിക്കാൻ ഇടയായി തീരും. അപ്പൊ നമ്മളൊക്കെയും ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ മൂവുകൾ, ചെറിയ ചെറിയ അനുസരണങ്ങൾ, അത് നാളെ കാത്തിരിക്കുന്ന, അടുത്ത ജനറേഷനെ പിടിച്ചു കൊടുക്കുന്ന വലിയ ദൈവിക പ്രൊഫസികളുടെ ഫുൾഫിൽമെന്റുകൾ യോസെഫിനെ പോലെ, മറിയെ പോലെ ഇന്നൊരു പക്ഷേ ആരാലും അറിയപ്പെടാതെ ആയിരിക്കും നമ്മുടെയൊക്കെ ലൈഫിലൂടെ ടേൺ ചെയ്യിക്കുവാൻ, തിരിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം വിശ്വസിക്കണം. അങ്ങനെ കർത്താവിന് പദ്ധതി ഉണ്ടെന്ന് നാം വിശ്വസിക്കണം. അതുകൊണ്ട് നമ്മൾ ആരും നിസ്സാരക്കാരല്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവിക പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ, സ്തോത്രം, വിശ്വസിക്കണം. ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും ദൈവം അറിയാതല്ല. സ്തോത്രം. ദൈവത്തോട് കൂടെ നിൽക്കുമ്പോൾ നാം വായിച്ചതുപോലെ നീതിയും ദയയും പിന്തുടരുമ്പോൾ ജീവനും നീതിയും മാനവും നമ്മൾ കണ്ടെത്തും. കർത്താവ് നമ്മളെ മാനപാത്രങ്ങളാക്കി മാറ്റും, ജീവനുള്ളവരായിട്ട് മാറ്റും. നീതിയെ പിന്തുടരുന്നവരാക്കി, നീതി ഉള്ളവരാക്കി, നീതി ലഭിക്കാത്ത വിഷയങ്ങൾ നീതി ലഭിച്ചവരാക്കിയിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ മാറ്റും. അങ്ങനെയെങ്കിൽ ദിവസങ്ങളിൽ ആഴമേറിയ വിശ്വാസത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഏത് സിസ്റ്റത്തെയും മാറ്റുവാൻ, സ്തോത്രം, ആരെയും നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ, ഏത് ഒഫീഷ്യലിനെ നമുക്ക് അനുകൂലമായിട്ട് ദൈവത്തിന് അതിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ അവരെ നമ്മളിലോട്ട് അനുകൂലമാക്കി വരുത്തുന്ന കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. കർത്താവ്